അപ്പോൾ നമ്മൾ ESI എക്സാമിന് വേണ്ടി ഫാർമസിസ്റ്റ് എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2021 ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ 2021 തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 003/2021 ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് തിയറി ഈസ് ദ ആസിഡ് ആൻഡ് ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റർ ആൻഡ് ദ ബേസ് ആൻഡ് ഇലക്ട്രോൺ പെയർ ഡോണർ? ഇലക്ട്രോൺ പെയറിനെ പറ്റി പറയുന്നത് ലൂയിസ് കൺസെപ്റ്റിലാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്, മ്യൂറിയാറ്റിക് ആസിഡ് ഈസ് സൈനോണിം ഓഫ്, അത് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ സൈനോണിം ആണ് മ്യൂറിയാറ്റിക് ആസിഡ്. 2% വെയ്റ്റ് ബൈ വോളിയം അയഡിൻ ആൻഡ് 2.5% വെയ്റ്റ് ബൈ വോളിയം പൊട്ടാഷ്യം അയഡൈഡിനെ നമ്മൾ എന്താണ് വീക്ക് അയഡിൻ സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ആസ്ട്രിഞ്ചൻറ്റ് കോമ്പൗണ്ട് എക്സിബിറ്റ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് എക്സെപ്റ്റ്. ആസ്ട്രിഞ്ചൻറ്റ് ആൻറ്റി പെർസ്പിരിൻ ഉണ്ടായിരിക്കും, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ടസീവ് ഒക്കെ ഉണ്ടാകും, പക്ഷേ സ്റ്റിപ്റ്റിക് ഉണ്ടാവില്ല. അടുത്ത, ഫ്ലവർ ഓഫ് സൾഫർ ഈസ് എ സൈനോണിമിങ് ഓഫ്, അത് സബ്ലൈംഡ് സൾഫറിനാണ് ഫ്ലവർ ഓഫ് സൾഫർ എന്ന് പറയുന്നത്. ക്ലോറിൻ റിയാക്ട് വിത്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ടു പ്രൊഡ്യൂസ്, ഏതാണ് ഉണ്ടാക്കുന്നത്? ക്ലോറിനേറ്റഡ് ലൈമാണ് ഉണ്ടാക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് എക്സ്പെക്ടോറൻറ്റ്? അമോണിയം ക്ലോറൈഡ് എക്സ്പെക്ടോറൻ്റ് ആണ്, പൊട്ടാസ്യം അയഡൈഡ് ആണ്, ഗൈക്കോൾ ആണ്, പക്ഷേ സോഡിയം നൈട്രേറ്റ് അല്ല. അടുത്ത, ഇൻ ദ അസേ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ദ ഇൻഡിക്കേറ്റർ യൂസ്ഡ് ആസ്, ഇത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഡ്രഗ്സ് ദാറ്റ് ഹെൽപ്സ് ഇൻ റിമൂവിങ് സ്പ്യൂട്ടം ഫ്രം റെസ്പിറേറ്ററി ട്രാക്ട്, എന്താണ്? എക്സ്പെക്ടോറൻറ്റ്. അടുത്തത്, ദ അസേ ഓഫ് കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് ഏതാണ്? ഡയറക്റ്റ് കോംപ്ലക്സോമെട്രിക് മെത്തേഡാണ്. അടുത്തത്, ദ സ്റ്റെറിലൈസേഷൻ ടെക്നിക് ഇൻ വിച്ച് ഫൈനൽ കണ്ടെയ്നേഴ്സ് ഈസ് ഹീറ്റഡ് അറ്റ് 80 degrees Celsius ഫോർ 1 hour ഓൺ ഈച്ച് 3 successive days എന്ന് പറയുന്നത് ഇത് ടിൻഡലൈസേഷൻ പറയുന്നതാണ്. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കളർ, അതാണ് മോഡലിംഗ്. ഇൻ ഹോട്ട് എയർ ഓവൻ ദ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം സോഴ്സ് ടു ദ ആർട്ടിക്കിൾസ് ബൈ, എന്താണ്? കണ്ടക്ഷൻ, റേഡിയേഷൻ, കൺവെക്ഷൻ, ഓൾ ദ എബോവ് ആണ് ആൻസർ. ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ആർ യൂസ്ഡ് ആസ് ബൈൻഡേഴ്സ് ആൻഡ് അഡ്ഹസീവ്സ് എക്സെപ്റ്റ്. ഈ ഓപ്ഷനകത്ത് സ്റ്റിയറിക് ആസിഡ് ബൈൻഡേഴ്സ് ആയിട്ട് ഉപയോഗിക്കില്ല, ബാക്കിയെല്ലാം അക്കേഷ്യ, സ്റ്റാർച്ചസ്, സെല്ലുലോസ് ഡെറിവേറ്റീവ്സ് ഒക്കെ ബൈൻഡേഴ്സാണ്. ക്യാപ്സ്യൂൾ ദാറ്റ് ഡു നോട്ട് ഡിസിൻറ്റഗ്രേറ്റ് ഇൻ ദ സ്റ്റൊമക്ക് ബട്ട് ബ്രേക്കപ്പ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ, അത് എൻട്രിക്കോട്ടഡ് ക്യാപ്സ്യൂൾ. ഓൾ ദ ഗ്യാസസ് ഗിവൺ ബിലോ ആർ യൂസ്ഡ് ഫോർ ഗ്യാഷ്യസ് സ്റ്റെറിലൈസേഷൻ എക്സെപ്റ്റ്, അത് ഫോമാൽഡിഹൈഡ്, ഇഥിലിൻ ഓക്സൈഡ്, ബീറ്റ പ്രൊപ്യോലാക്ടോൺ ഒക്കെ ഗ്യാഷ്യസ് സ്റ്റെറിലൈസേഷൻ ഏജൻ്റാണ്, പക്ഷേ നൈട്രസ് ഓക്സൈഡ് അല്ല. ആൻസർ നൈട്രസ് ഓക്സൈഡ്. In the hygroscopic or eutectic substance that can be filled into hard gelatin capsule as adsorbents are option oxides of magnesium, carbonates of calcium, kaolin, all the above. Answer all the above. Hard gelatin capsule, the approximate capacity in milligram of capsule number 0. 000 950, 00 650, 0 ആണ് ചോദിക്കുന്നത്, 450 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് എൻട്രി കോട്ടിംഗ് മെറ്റീരിയൽ? സെല്ലുലോസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് എൻട്രി കോട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാത്തത്? സെല്ലുലോസ്, അസിറ്റാലേറ്റ്, അക്രിലിക് പോളിമർ, ഷെല്ലാക്, ജെലാറ്റിൻ സൊല്യൂഷൻ. ഇതിലാണ് ജെലാറ്റിൻ സൊല്യൂഷനാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്തത്, ഇൻ സ്റ്റെറിലൈസേഷൻ 19 ആൻസർ ശരിയല്ല, ഒന്നുകൂടി നോക്കാം നമുക്ക്. 19 ബി ആണ് ആൻസറായിട്ട് വരുന്നത്. 19 ബി ആണ് ആൻസർ. ബി ഏതാ നോക്കാം നമുക്ക്. യെസ്, ജെലാറ്റിൻ സൊല്യൂഷൻ. അടുത്തത്, ഇൻ സ്റ്റെറിലൈസേഷൻ ദ ടൈം റിക്വയർഡ് ടു ഗിവൺ അറ്റ് എ ഗിവൺ കണ്ടീഷൻ ടു അച്ചീവ് ലോങ് റിഡക്ഷൻ ദാറ്റ് ഈസ് ടു കിൽ 90% ഓഫ് ഓർഗാനിസം, ഡി വാല്യൂ ആണത്. ഇറഗുലർ ലംസ് ഇൻ വിച്ച് മോഡുലർ മാസസ് ആർ എംബഡഡ് ഇൻ ദ മാക്രോസ്കോപ്പിക് ക്യാരക്ടേഴ്സ് ഓഫ്, സാൻസിബർ അലോ ആണ് ഇറഗുലർ ലംസ്. പർഗേറ്റീവ് ആക്ഷൻ ഓഫ് അലോ ഈസ് ഡ്യൂ ടു അലോസിനാണ് എൻ്റെ ആൻസർ. ലീഗൽ ടെസ്റ്റ് എന്തിനാണ്? ഡിജിറ്റാലിസിന്. സാഫ്രോൾ ഇസ് എ കെമിക്കൽ കോൺസ്റ്റൻറ്റ്, നട്ട്മഗിലെ കെമിക്കൽ കോൺസ്റ്റൻറ്റ് ഓഫ് നെക്സ്വോമിക്ക വിച്ച് ഇസ് എ ഡോഗ് പോയ്സൺ, ബ്രൂസിനാണ്. ഇത്രയും മതി. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്. ബൈ ബൈ.